Hello guys, welcome back to my channel Ruzan Media. അപ്പോൾ guys നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു അൺബോക്സിംഗ് ആണ്. വലുതല്ല, ഒരു ചെറിയ അൺബോക്സിംഗ് ആണ്. അപ്പോൾ guys നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ guys അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. guys പ്രൊഡക്റ്റ് ഇതാക്കണം. ഇതാണ് ഗൈസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഇതൊരു പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, വയർലെസ് ഹെഡ്സെറ്റ്. ബോട്ട് തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഹെഡ്സെറ്റാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും അതേമാതിരി തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഉള്ളിൽ എന്തൊക്കെ കള്ളുകൾ എന്തൊക്കെ തരുന്നത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്, അതായത് വയർലെസ് ഹെഡ്സെറ്റിൻ്റെ യൂസ്, അതായത് അൺബോക്സിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് തന്നെ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ബിഗ് ബില്യൺ ടൈമിന് ഓർഡർ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഗൈസ് ഈ പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. നമുക്കറിയാം ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് പ്രൊഡക്റ്റ് അത് കിട്ടിയാൽ മതി തന്നെ ഞാൻ ഈ ഭാഗം പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കത്രിക എടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചാൽ പാടെ നമുക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കിട്ടും. എന്തുണ്ടോ ഒന്നുമില്ല, അടക്കട്ടെ. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ കിട്ടുന്ന നമുക്ക് കിട്ടിയ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ എന്തൊക്കെ ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ വയർ. അതേപോലെ തന്നെ നമ്മളെ ചെവിൻ്റെ ഉള്ളിൽ കുത്തുന്ന സംഭവം ഉണ്ടല്ലോ, ഫോക്കസ് ആവില്ലല്ലോ. ഓക്കെ, ഈ ഒരു സംഭവം വെച്ചാൽ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ബോട്ടിൻ്റെ ഒരു ബുക്കുണ്ട്. വലിയൊരു നീണ്ടിട്ടുള്ള സംഭവം അത്. രണ്ടാമത് ഇതിൻ്റെ വാറൻറ്റി കാർഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതടക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ, ഓരോ സ്വിച്ചും കാര്യങ്ങളും, എൻ്റെ യൂസർ മെനു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ സംഭവം, ബോട്ട് റോക്സ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ കാര്യം സാധനം തന്നെ. പിന്നെ ഇതിൻ്റെ ബില്ലാട്ടോ. ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഇതൊക്കെ ആ കവറിൽ വരുന്നുണ്ട്, കാറടങ്ങാൻ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ സാധനം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബോക്സിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തുവിട്ടത്. ഇതാണ് കണ്ടില്ലേ, ഹെഡ്സെറ്റ് റോക്സ്. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്നതിന് ശേഷം ഇങ്ങനെ വലിക്കുക. എന്തുണ്ടോ, അപ്പം ഇതാണ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ബോട്ടിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് തന്നെ, റോക്സ് അങ്ങനത്തെ ഒന്നാണല്ലോ ഒരു പേര് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആ സംഭവം. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് പൂരി വെക്കാം. ഇതാണ് നല്ലൊരു ലെങ്ത്ത് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു മാഗ്നറ്റിക് ആട്ടോ. ഇവിടെ ഇത് നല്ലൊരു മാഗ്നറ്റിക് ആണിത്, കണ്ടില്ലേ, നല്ല പെട്ടെന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഗൈസ്, ഞാനിതാ ഇതിനെപ്പറ്റി ആദ്യം ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തു തരാം. അതായത് ഈ ഒരു ബട്ടണ് ക്ലിക്ക് ചെയ്താൽ സെൻട്രൽ ഫുള്ളും ഇതാണിക്കോട്ടെ ഫോക്കസ്. അപ്പോൾ ഗൈസ് സെൻട്രലത്തെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അന്നേരം അവിടെ ഉണ്ടല്ലേ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കത്തിന്. അപ്പം അതിങ്ങനെ കത്തിക്കുകയാണെങ്കിൽ ഇത് വർക്കിങ്ങിലാണ് എന്നാണ്. ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് വെക്കും. അപ്പം അത് വർക്കിങ്ങിലാണെന്നാണ് ഇതിൻ്റെ അർത്ഥം ഗൈസ്. അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ ഇവിടെ റെഡ് കളറാണ് ലൈറ്റ് കത്തുക, റെഡ് കളർ കത്തുക ചാർജ് ഇല്ലെങ്കിൽ. സോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, എന്താ പറയുക, നെക്സ്റ്റ് വോളിയം അപ്പ് ചെയ്യാൻ ഇത്, വോളിയം ഡൗൺ ചെയ്യാനിത്. അപ്പം നെക്സ്റ്റ് സോങ് വെക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അടുത്ത സോങ്ങിലേക്ക് മാറും. അതേമാതിരി തന്നെ മൈനസ് പ്ലസ് ചെയ്ത് പിടിക്കുകയാണെന്ന് വെച്ചാൽ പ്രീവിയസ് സോങ്ങിലേക്ക് മാറും. അതേമാതിരി കോളിട്ട് വന്നാൽ നമുക്ക് ചെറുങ്ങനെ റിംഗ് ടോൺ ഇതിൻ്റെ അത് കേൾക്കും. കോൾ വന്നാൽ എന്ത് ചെയ്യുക, അതേമാതിരി തന്നെ സെൻട്രലത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ, അതായത് ഓവർ പ്രസ് ചെയ്യല്ല, 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ ഓഫാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താവും, ഇത് എന്താ പറയുക, കോൾ അറ്റൻഡ് ചെയ്യും. അതേമാതിരി കോൾ ഡിസ്കണക്റ്റ് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് അടിച്ചാൽ കോൾ ഡിസ്കണക്റ്റ് ആവും. സോ ഇതിനെ പറ്റി പറയണതാണ്. പക്ഷേ ഇതിന് ചാർജ് ചെയ്യണം എവിടെയാണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടാണ് ചാർജിങ് ചെയ്യൽ. ഓക്കെ, അവിടെ ചാർജ് ചെയ്താൽ സംഭവം വരും. ചാർജ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ റെഡ് ലൈറ്റ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ ചാർജ്
ഇല്ല എന്നാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ചാർജിൽ ചെയ്താലും ഇടണം. ഓഫാക്കണം അതേമാതിരി തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ സംഗതി ഓഫായിക്കോളും. ഉണ്ടല്ലേ, ഓഫായി. ഇനി പിന്നെ നീല കളറോ ചുവപ്പ് കളറോ ഒന്നും കത്തൂല. അപ്പോൾ ഇതാണ് ഈ ഹെഡ്സെറ്റ് ഗൈസ്. വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഫീച്ചേഴ്സ് ഇതിൻ്റെ യൂസർ മെനുവിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് ഇതിൻ്റെ യൂസർ മെനുവിലെ കാര്യങ്ങൾ. കണ്ടില്ലേ, മൊത്തം കോൾ വരികയാണെങ്കിലും കാര്യങ്ങളൊക്കെ, ചാർജിങ്ങിന് കപ്പാസിറ്റി തരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ 6 മണിക്കൂർ ബാക്ക് ടൈം ഉണ്ടാവും. അതായത് നമുക്ക് 6 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ചാർജ് കയ്യിലാണ് ഇതിൻ്റെ അകത്ത് പറയണത്. കണ്ടില്ലേ, 6 hours. കണ്ടിന്യൂസ് ചാർജ് ചെയ്താൽ ഒന്നാവില്ല. അതേമാതിരി തന്നെ ഇതിൻ്റെ ചാർജിങ് ഫുൾ ടൈം ആവാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1.5 hours ആണ്. 1.5 മണിക്കൂർ കൊണ്ട് ചാർജ് ഫുള്ളാവും. അത് തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ വായിക്കാനുള്ള. അപ്പം നേരെ വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 10 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അതായത് ഒരു 10 മീറ്റർ അകലം വരെ നിൽക്കുകയാണെങ്കിൽ നമുക്കിതിന് എന്താ പറയുക നല്ലപോലെ കേൾക്കും. ഫോണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് 10 മീറ്റർ അപ്പുറത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് അടിപൊളിയായിട്ട് സംഗതി പോയിട്ട് വെക്കാം. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ബാസ് ഉണ്ട് ഗൈസ്. നല്ലപോലെ ഡു എന്ന് പറഞ്ഞുള്ള സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ എടുത്ത് കേൾപ്പിക്കുന്നുണ്ട്. അതായത് ഇതിൽ സൗണ്ട് ഫുള്ളാക്കി ഫോണിൽ സൗണ്ട് ഫുള്ളാക്കിയപ്പോൾ ഈ ഒരു ഇതിൽ നല്ല എടുത്ത് സൗണ്ട് കാണിക്കുന്ന അടിപൊളിയായിട്ട് നല്ല ബാസ് സൗണ്ടാണ് വരുന്നത്. ആ സൗണ്ട് കേട്ടാൽ പിന്നെ പുറത്തേത്ത് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത്രയും അടിപൊളി സൗണ്ടാണ് ഈ ഒരു ഹെഡ്സെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടിപൊളി സൗണ്ട്, ഒരു രക്ഷയല്ല, അടിപൊളി സൗണ്ടാണ്. പുറത്തൊരു സൗണ്ട് നമ്മളിപ്പോൾ മെല്ലെ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മക്ക് കുറേ ചീത്തരങ്ങ, അതായത് ഇമ്മനോടൊക്കെ മെല്ലെ വെള്ളം തരും തന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഉറക്കാനാണ്, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇത് അത്രയ്ക്ക് നല്ലൊരു ബാസായിട്ടാണ് ഈ ഒരു ഹെഡ്സെറ്റ് കാണുന്നത്. അടിപൊളി ഹെഡ്സെറ്റ് സാധനം ബോട്ടിൻ്റെ. അപ്പോൾ ഗൈസ് ഹാൻഡ് ബോക്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ കേൾക്കേണ്ട അനിയത്തി അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോരുന്നുമില്ല, അവിടെ അടുത്ത് തന്നെ നിൽക്കണം, ഓൾക്കും പറയണമല്ലോ. അങ്ങനെ ഓൾക്കൊക്കെ കഴിഞ്ഞ അവസാനം ഇതിലേക്ക് എത്തി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. എന്താ സുഖം എന്ന് പറയാം. അപ്പോൾ ഗൈസ് നല്ല ബാസ് സൗണ്ടായിട്ടുള്ള സത്യമായിട്ട് പറയുകയാണ് നല്ലൊരു ഹെഡ്സെറ്റാണ്. പക്ഷേ ഇതിറ്റാലൊരു ഹെഡ്സെറ്റാണ് നിങ്ങൾക്ക് ഞാൻ ഗീവ് അവേ ആയിട്ട് നൽകുന്നത്. സോ അതെങ്ങനെയാണ് എന്നാണെന്നുള്ളതൊക്കെ വയ്യാതെ അറിയും. സോ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലുള്ള ഓപ്ഷൻ വെച്ചോളൂ. കാരണം നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഗീവ് അവേ ആണോ എന്നുള്ളത്. അടിപൊളി ബാസ് ഹെഡ്സെറ്റ് തന്നെയാണ്. ഏതായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതായത് ഒരു വയർലെസ് ഹെഡ്സെറ്റ് വേണം എന്നുള്ളത്. സോ അത് ഞാൻ സ്വന്തമാക്കി. ഡിജിറ്റൽ ഹെഡ്സെറ്റ് കുറേ ആൾക്കാർ കണ്ട് ഒരെണ്ണത്തിന് ചോദിച്ചോലാരും തരില്ല എന്ന് തന്നെ. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ കൂടി ഈ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് കൊണ്ട് നടക്കാം. ഞാനത് ബിഗ് ബില്യൺ ടൈമിൽ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയത് 899 രൂപക്കാണ്. ഇപ്പോൾ അതിന് 2500 രൂപ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം ഇങ്ങനെ കുറയുന്നുണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ഹെഡ്സെറ്റ്. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓവർ കമ്പി മീൻസ് എങ്ങനെയൊന്നുമില്ല, ഇതൊരു വയർ തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് കട്ടിയുള്ള വയർ കഴുത്തിൽ ഒതുങ്ങി നിൽക്കി. പക്ഷേ എനിക്കിത് ഒതുങ്ങില്ല കേട്ടോ. എനിക്കിതാ ബാക്കോട്ട് ഇത് ഒരുപാട് ബാലൻസ് ആണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണെങ്കിലും. ഇത് പിന്നെ ഒരു മാഗ്നറ്റിക് ആണ് ഈ ഭാഗം. അപ്പോൾ നമുക്ക് എന്താ പറയുക ചേട്ടിൽ വെക്കണമെങ്കിൽ അടിയിലേക്ക് ഇട്ടുണ്ട് ജസ്റ്റ് മാഗ്നറ്റിക് ആയിട്ട് അവിടെ അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഈറ്റ ഒരു ചിപ്പ് 2-3 ഉണ്ട്, ഒരു ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വെച്ചാൽ 10 മീറ്റർ, അതായത് ഞാൻ ഇവിടെ ഫോൺ വെച്ചാൽ എനിക്ക് എൻ്റെ മുകളിലോ എൻ്റെ റൂമിലൊക്കെ പോയി വന്നിട്ട് വരുന്നവരെ ആ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് നല്ല ബാസ് സൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഏതായാലും ബോട്ടിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തോട് ബെല്ലൈക്കൻ നമ്മൾ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട ഗൈസ് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ ഞാൻ ഗീവ് അവേ ആയിട്ട് നൽകുള്ളൂ. ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട താഴത്ത് കമൻറ്റ് ചെയ്യാൻ നമുക്ക് ഗീവ് അവേ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതിന് നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.